രണ്ടാം ഭാവത്തിലെ ഗ്രഹണദോഷം സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ്സിൽ വിജയവും കൊണ്ടുവരും. എന്നിരുന്നാലും ഇത് കുടുംബത്തിലെ ബന്ധങ്ങളും തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും സൃഷ്ടിക്കും. മൂന്നാം ഭാവത്തിലെ ഗ്രഹണദോഷം ആശയവിനിമയത്തിലും എഴുത്തിലും വിജയം കൈവരിക്കും. എന്നിരുന്നാലും ഇത് സഹോദരങ്ങളുമായും അടുത്ത ബന്ധുക്കളുമായും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയും ചെയ്യും. നാലാം ഭാവത്തിലെ ഗ്രഹണദോഷം റിയൽ എസ്റ്റേറ്റ്, സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും എന്നിരുന്നാലും ഇത് അമ്മയുമായും കുടുംബാംഗങ്ങളുമായുള്ള സംഘർഷങ്ങൾക്കും കാരണമുണ്ടാക്കും. അഞ്ചാം ഭാവത്തിലെ ഗ്രഹണദോഷം വിദ്യാഭ്യാസത്തിലും സൃഷ്ടിപരമായ മേഖലകളിലും വിജയം കൈവരിക്കും. എന്നാൽ പ്രണയബന്ധങ്ങളിലും പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് സംഘർഷങ്ങൾക്ക് കാരണമാകും. ആറാം ഭാവത്തിലെ ഗ്രഹണദോഷം വ്യവഹാരങ്ങളിലും തർക്കങ്ങളിലും വിജയം കൊണ്ടുവരും. എന്നിരുന്നാലും അത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും ശത്രുതകളും സൃഷ്ടിക്കും. ഏഴാം ഭാവത്തിലെ ഗ്രഹണദോഷം ബിസിനസ് പങ്കാളിത്തങ്ങളിലും വിവാഹത്തിലും വിജയം കൊണ്ടുവരും. എന്നാൽ ഇത് പങ്കാളിയുമായും ബിസിനസ് പങ്കാളിയുമായും തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും സൃഷ്ടിക്കും. എട്ടാം ഭാവത്തിലെ ഗ്രഹണദോഷം ഗവേഷണ ഗൂഢവിദ്യാ മേഖലകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും.